നമസ്കാരം. മഴക്കാലത്ത് പ്രത്യേകിച്ചും KSEB ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനപ്പുറം ഈയിടെ അവരുടെ ആനുവൽ ഡിപ്പോസിറ്റ് തുക കൂട്ടിയ വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ പണമടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരാൻ ചെല്ലുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുണ്ടായ ഒരു സംഭവം, അത് നിങ്ങളുടെ കൺസ്യൂമറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിനിയോഗിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്ന KSEB പറയുന്ന പ്രതികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒപ്പം തന്നെ KSEBക്കാര് എൻ്റെ അമ്മായിയുടെ മക്കളുമല്ല. ഇതിന്റെ ഇടനില വന്ന പോലീസുകാര് ആരും എൻ്റെ ബന്ധുക്കളുമല്ല. ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് ഒരു കൺസ്യൂമറിന് എങ്ങനെ വേണം സേവനങ്ങൾ ലഭ്യമാകാൻ എന്നത് മാത്രമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരി, തുടങ്ങാം. ഒരാളിന്റെ 8000-ലധികം ബില്ല് വന്ന് തിരുവമ്പാടി സെക്ഷൻ ഓഫീസിന്റെ കീഴിൽ വരുന്ന ഒരു വ്യക്തിക്ക്, ഒരു കൺസ്യൂമറിന് 8000 രൂപയ്ക്കധികം ബില്ല് വന്ന് അവർ പേയ്മെന്റ് ആരുടെ കൈ കൊടുത്തു വിട്ടു, അത് സമയത്തിന് അടയ്ക്കപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ചില ഇഷ്യൂസ്. അതിനുശേഷം ഈ KSEB ഉദ്യോഗസ്ഥര് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഫീസ് ഊരാൻ ശ്രമിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഈ പറയുന്ന യുവാക്കളുടെ അമ്മയുമായിട്ട് ഈശാപോശയായി, ഉന്തും തെള്ളുമായി അവരെ തെള്ളി താഴെയിട്ട് അവരുടെ നടുവിന് വേദനയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവരുടെ ബൈറ്റ്സും നമ്മൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ യുവാക്കൾ ബില്ലടയ്ക്കുകയും ബില്ലടച്ചതിന് ശേഷവും ഇവർക്ക് അന്ന് കണക്ഷൻ കൊടുക്കാതെ ആ നിയമത്തിലൊരു ക്ലൂ എഴുതി വെച്ചിട്ടുണ്ട്, 24 മണിക്കൂറിനകം കണക്ഷൻ തിരിച്ചു കൊടുത്താൽ മതിയെന്ന്. ഈ 24 മണിക്കൂറിനകം കൊടുത്താൽ മതിയെന്ന് പറയുന്നവര് ആദ്യം ചെയ്യേണ്ടത്, ആ ബിജു പ്രഭാകരില്ല, നിങ്ങളുടെ CMD, അയാളുടെ വീട്ടിലെ കറണ്ട് കണക്ഷൻ 24 മണിക്കൂർ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അറിയാം അതിന്റെ വേദന. അതുപോലെ ഓരോ KSEBക്കാരന്റെ വീട്ടിലെ കണക്ഷൻ 24 മണിക്കൂർ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിന്റെ വേദന. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കണക്ഷൻ കൊടുത്തില്ല, പിറ്റേന്നാണ് കണക്ഷൻ കൊടുക്കാൻ ചെല്ലുന്നത്. നമ്മളറിയണം, നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തില്, കാലാവസ്ഥയില്, ഇന്നത്തെ ജീവിത സാഹചര്യത്തില് കറണ്ട് ഇല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ കഴിയും? പക്ഷേ അടുത്ത ദിവസം കണക്ഷൻ കൊടുക്കാൻ ചെന്ന KSEB ഉദ്യോഗസ്ഥരുമായിട്ട് എന്തോ ഈശാപോശയൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് വിവരം അന്വേഷിക്കാൻ ചെന്ന ഈ യുവാക്കളെ ഇവര് രണ്ടുപേര് കൂടി 10 KSEB ഉദ്യോഗസ്ഥരെ അങ്ങ് മർദ്ദിച്ച് KSEB ഓഫീസ് മുഴുവൻ തല്ലി തകർത്തെന്നാണ് മാധ്യമങ്ങളിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. അത് കാണുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാകും ടോട്ടലി ക്രിയേറ്റഡ് ആണെന്ന്. അത് മനസ്സിലാക്കാൻ ഒരുപാട് വിദഗ്ധ പഠനങ്ങളൊന്നും ആവശ്യമില്ല. 2 പേരെന്തായാലും 10 പേരെ ഒന്നും തല്ലി തകർക്കാനോ അവരുടെ ഓഫീസ് തല്ലി തകർക്കാനോ ഒന്നും പറ്റത്തില്ല. എന്തിനാണോ KSEB ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഊള ഭാഷകൾ ഇറക്കുന്നത്? നമ്മൾ കണ്ടതാണ്. ഒരു നല്ല വാക്ക്, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ആ യദു എന്ന് പറയുന്ന ഡ്രൈവറും തമ്മിലുണ്ടായിരുന്ന വിഷയം. 2 കൂട്ടർക്കും ഒരു സോറി പറഞ്ഞ് തീർക്കാനുള്ളതേ ഉള്ളായിരുന്നു. പക്ഷേ അത് മാസങ്ങളോളം കേരളത്തിലെ ജനങ്ങളുടെ എണ്ണാക്കിലോട്ട് തള്ളിത്തന്ന സർക്കാരും ഈ യദുവും മേയറും ഒക്കെ കുറ്റക്കാരാക്കുന്നത് നമ്മളെയാണ്, നമ്മൾ സാധാരണക്കാരെയാണ്. നമുക്ക് തിരിച്ച് KSEBയിലോട്ട് വരാം. അങ്ങനെ ഈ ചെന്ന കുട്ടികളെ, ചെറുപ്പക്കാരാണ്, ഒരു ലേബൽ അവർക്ക് ആദ്യമേ ചാർത്തി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ തിരുവമ്പാടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അജ്മൽ എന്നാണ് പറയുന്നത്. ഈ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിലെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ഉടനെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കീച്ചുമളിച്ചു നോക്കാനും രാഷ്ട്രീയ താല്പര്യങ്ങൾ പങ്കുവയ്ക്കാനും തയ്യാറാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ശരിക്കും KSEB ഉദ്യോഗസ്ഥര് കാശ് മേടിച്ചാൽ, നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നുമല്ല സേവനം ചെയ്യുന്ന, ഒരാളിന്റെ സേവനം കട്ട് ചെയ്ത്, അതായത് ബില്ല് പേ ചെയ്യാതെ
അവരുടെ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ കട്ട് ചെയ്യുകയാണ് വേണ്ടുന്നത്. വീട്ടിൽ കയറി ഫീസ് ഊരാൻ KSEB ഉദ്യോഗസ്ഥന്റെ ഒന്നും അപ്പന്റെ സ്വത്തല്ല ഓരോ കൺസ്യൂമറിന്റെയും വീട്ടിലിരിക്കുന്ന ഫീസ് എന്ന് അവരെ ആര് പറഞ്ഞു പഠിപ്പിക്കും എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതിനൊരു ചെറുകഥയുണ്ട്, അതോടെ പറയാം. അങ്ങനെ ഉണ്ടായ സംഭവത്തില് ഇത്ര വലിയ വിഷയമായിട്ട് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് CPM-ന്റെ അഥവാ അവിടുത്തെ MLA, CPM-ന്റെ MLA ആണ് അവിടുത്തെ, അയാളുടെയൊക്കെ പ്രത്യേക താല്പര്യപ്രകാരമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങളൊന്നും നിങ്ങളുടെ കമ്മിക്കൂട്ടങ്ങളെ പോലെ പൊട്ടന്മാരല്ല. അപ്പം ഞാൻ ചെറുകഥ പറയാം. ഒരു 2005-2006 കാലഘട്ടം, ഞാൻ 2000-ലാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് താമസിച്ച് ഞാനൊരു ദിവസം രാവിലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പോസ്റ്റ് നിന്ന് കാറ്റത്ത് കിടന്ന് ആടുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചിട്ട് നിന്ന് കാറ്റടിച്ചപ്പോൾ പോസ്റ്റ് കിടന്ന് ആടുന്നേ. ഞാൻ എൻ്റെ ഗേറ്റ് തുറന്ന് വെളിയിൽ ചെന്ന് ഞാൻ ഈ പോസ്റ്റിൻ്റെ ചുവട് നോക്കിയപ്പം ഒരു വിരലിൻ്റെ കനം അതിൻ്റെ കാതൽ മാത്രം ബാക്കിയുണ്ട്. ബാക്കി മൊത്തം ദ്രവിച്ച് ഭണ്ഡാരം അടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പിട്ട പോസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്ത് ഇത് കണ്ടിട്ട് വന്ന് ഉടനെ KSEB ഓഫീസിൽ വിളിച്ചു. ഞങ്ങളുടെ സെക്ഷനിലെ KSEB ഓഫീസിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന പോലെ എൻ്റെ വീടിൻ്റെ മുൻപിൽ നിൽക്കുന്ന പോസ്റ്റ് ഒരു വിരലിൻ്റെ കനത്തിലാണ് നിൽക്കുന്നത്, കാറ്റടിച്ചിട്ട് ഇത് കിടന്ന് ആടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഏമൻ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ ഇവിടെ വന്നൊരു പരാതി എഴുതി തരാൻ. ഞാനപ്പോൾ അവനോട് തിരിച്ചു ചോദിച്ചു, KSEB നിങ്ങളുടെ ആവശ്യപ്രകാരം പബ്ലിക് റോഡിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് മാറ്റിയിടണമെന്ന് ഞാൻ എന്തിനു അപേക്ഷ തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ്, അത് സാറ് AE-ആയിട്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ AE-ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെ AE-ക്ക് ഫോൺ കൊടുത്ത് അന്നിരുന്ന് ചെമ്മാടികളാണ് കൂടുതലും ഇരിക്കുന്ന സർക്കാർ ഓഫീസുകളിൽ. അക്കാര്യം പറയുന്നതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. AE-യോട് ചോദിച്ചിട്ടുണ്ട്. AE എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ പരാതി കൊണ്ട് തരണമെങ്കിൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് മാറുകയുള്ളെന്ന്. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഞാൻ പരാതി തരാം, എന്നിട്ട് താൻ മാറിയാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ തുച്ഛമായ ബില്ലാണ് വരുന്നത്, 100 രൂപ, 200 രൂപ, 110 രൂപ, 150 രൂപ. നമ്മൾ പാവങ്ങളായതുകൊണ്ടാണ്. ബില്ല് വന്നു കഴിഞ്ഞപ്പം ഞാൻ പെണ്ണുപിള്ളയോട് പ്രത്യേകം പറഞ്ഞിരുന്നു, അടയ്ക്കുന്നില്ല, ഇവന്മാർ വരികയാണെങ്കിൽ പോസ്റ്റേ കയറി കട്ട് ചെയ്യാൻ പറയണം. നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കഥ ഇവിടെ ചേർത്ത് പറയുന്നത്. ഞാനൊരു ദിവസം, അടുത്ത ദിവസം, ഇപ്പൊ കറണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, ബില്ലിന്റെ ഡേറ്റ് കഴിഞ്ഞു, ഞാൻ അടച്ചില്ല. അടുത്ത ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പടിയലൊക്കെ ചുമ്മാതിങ്ങനെ ഇരിക്കും. ഞാനങ്ങനെ പടിയലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വീടിന് 2 ഗേറ്റാണ്. ഒന്ന് വലിയ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടേക്കും, ചെറിയ ഗേറ്റ് നടന്നു കയറി വരാനുള്ള ഗേറ്റ് അത് തുറന്നു കിടക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു കഴിവരയുടെ മോനെ എൻ്റെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്നോടൊന്ന് ചോദിക്കണം, അല്ലെ എന്നോടൊന്ന് പറയണം, ഞാൻ KSEB ഉദ്യോഗസ്ഥനാണ്, കയറി വരട്ടെ എന്ന്. ഈ മര്യാദ ഒന്നും ഇവന്മാർക്ക് പറഞ്ഞിട്ടില്ല. ഇവൻ എൻ്റെ വീട്ടിൽ കയറി വരുന്നു, നേരെ ഇവൻ വന്ന് കൈവെക്കുന്നത്, ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ഫീസ്. ഇവൻ വന്ന് ഫീസേ കൈവച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടു, എന്തുവാ? ഞാൻ പറഞ്ഞു, കറണ്ട് ബില്ല് അടച്ചില്ലയോ? ഞാൻ പറഞ്ഞില്ല, അടച്ചില്ല. അതെന്താ? ഞാൻ പറഞ്ഞു, കാശില്ലായിരുന്നു. ഫീസ് വരാൻ വന്ന. ഞാൻ അവനോട് ചോദിച്ച കൃത്യമായ ചോദ്യം, ഈ ഫീസ് നിന്റെ അപ്പം കൊണ്ട് വെച്ചതാണോ എന്ന് ചോദിച്ചു. ഞാൻ കാശ് മുടക്കി വെച്ചിരിക്കുന്നത് ഈ ഫീസ് വരാൻ നിനക്ക് എന്താ അധികാരമെന്ന് ചോദിച്ചു. വളരെ ഡീസൻ്റായിട്ടാ ചോദിച്ചത്. ഇപ്പം ഇങ്ങനെ പറയുന്നല്ലോ. അപ്പം എന്നോട് പറഞ്ഞ്, പിന്നെ എങ്ങനെയാന്ന്? ഞാൻ പറഞ്ഞു, പോസ്റ്റേക്കാരെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം അവന് അധികാരം, KSEBക്ക് അധികാരം പോസ്റ്റേക്കാരെ കട്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ചെറുകഥയുണ്ട്. ഞാൻ ഇന്ന് തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ വിളിച്ച് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ചോദിച്ച് റെക്കോർഡ് ചെയ്തതിനകത്ത് കിടപ്പുണ്ട്, ആവശ്യമുണ്ട് നമുക്ക് എടുത്തിടാം, അവിടെ കിടക്കട്ടെ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവരുടെ ഫീസ് വരാൻ കയറിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഫീസ് വരാനൊന്നും കയറിയില്ല, കൺസ്യൂമർ നമ്പർ നോക്കാൻ കയറിയതാണ്. അതൊക്കെ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾ കൺസ്യൂമർ നമ്പർ നോക്കാൻ കയറാതാണ്. എന്തായാലും ഇതൊന്നും അറിയാതല്ലല്ലോ ഇയാൾ അങ്ങോട്ട് ചെന്ന് കയറിയത്. കൺസ്യൂമർ നമ്പർ അറിയാതാണ് അവരുടെ വീട്ടിൽ ചെന്ന് കറണ്ട് കട്ട് ചെയ്യാൻ ചെന്നത്. അതൊക്കെ ഒരുപാട് ഉടായ്പൊക്കെ അവരെന്നോട് പറഞ്ഞ്, ആ ഉടായ്പ നമുക്ക് സമയത്ത് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, പോസ്റ്റേ കയറണമെന്ന് പറഞ്ഞു. പോസ്റ്റേ കയറാൻ പറഞ്ഞപ്പോൾ ഇവൻ പോയി പോസ്റ്റേലൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കിയപ്പം പോസ്റ്റ് കിടന്ന് ആടുക. അപ്പം ഞാൻ മതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കൊണ്ട് കൈയും കെട്ടി. എന്നുവെച്ചാൽ എന്താ? അത് സാറേ ഇതൊക്കെ കയറാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ?
നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് ലൈൻ കട്ട് ചെയ്യണേ അതൊക്കെ കട്ട് ചെയ്യണം. അപ്പം എൻ്റെ മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നാൽ ഇതിൻ്റെ പകുതി ഭാഗം വരെ എത്തും. മതിലിൻ്റെ മണ്ടയ്ക്ക് കയറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മതിലേക്ക് കയറിയാൽ വലിക്കാൻ താഴെ ഇടും. അപ്പം എന്നോട് ചോദിച്ചാൽ ഏണിയുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ ഏണിയൊന്നുമില്ല, താൻ ഏണിയും കൊണ്ട് വരാൻ പറഞ്ഞു. ലാസ്റ്റ് ഇവൻ ആകുന്ന പണിയൊക്കെ നോക്കിയിട്ട് പോസ്റ്റേ കയറിയാൽ പോസ്റ്റ് താഴെ വീഴും, ഇവൻ്റെ തല പോവുകയും ചെയ്യും. ഇത്തിരി നേരം നിന്ന് കഴിഞ്ഞിട്ട് ഇവൻ അങ്ങ് പോയി. ഞാൻ അനങ്ങിയില്ല. എൻ്റെ ലൈൻ എങ്ങനെ കട്ട് ചെയ്യട്ടെ? ഇവർ പോസ്റ്റേ കയറി കട്ട് ചെയ്യണം. നീ പോസ്റ്റേ കയറി കട്ട് ചെയ്യുന്നതിന് നിനക്ക് 30 രൂപ ഞാൻ ദാനം തരുന്നുണ്ട്. അത് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ 30 രൂപ നിനക്ക് വായ്ക്കലിട്ട് തരുന്നത്, KSEBക്ക് വായ്ക്കലിട്ട് തരുന്നതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ ലൈറ്റിന് പ്രോബ്ലം ഒന്നുമില്ല, കറണ്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് നാട്ടിൻപുറമാണ്, പാവങ്ങളുടെ വീടല്ലേ, തറയിലൊക്കെയാണ് കിടക്കുന്നത്. 6-8 പേര് ചവിട്ടി മറിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിലോട്ട് വരുന്നു. അപ്പം തറയിൽ കിടക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടാ, കേൾക്കാം. അതിനിടയ്ക്ക് ഒരു ചെറുകഥ, അതിൻ്റെ ചെറുകഥയാണ്. ഈ അക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഗുണ്ടകളുടെ ഒരുപാട് ഭീഷണി എനിക്കുണ്ടായിരുന്നു. എന്നെ അങ്ങ് ഞൊട്ടും കൊല്ലും, തല്ലും, തിന്നും, വണ്ടി ഇടിച്ചു കൊല്ലും എന്നൊക്കെ. CPM-കാരുടെ അല്ലാതെ ആരുടെ അല്ല, CPM-ന്റെ ഗുണ്ടകളുടെ തന്നെ. അപ്പം ഈ തറയിൽ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നടന്നു വന്നാൽ കൃത്യമായിട്ട് കേൾക്കാവുന്നതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് തറയിലേ കിടക്കുള്ളൂ. രാത്രിയും പകലും എല്ലാം തറയിലാണ് കിടക്കുന്നത്. ഒരു ഗുണം കൂടെ ഉണ്ട്, നടുവിന് വേദന ഉണ്ടാകത്തില്ല. അത് പോട്ടെ. 5-8 പേര് നടന്നു വരുന്ന സൗണ്ടൊക്കെ കേട്ടു. ഞാൻ സൗണ്ട് കേട്ടുകൊണ്ട് അവിടെ കിടന്ന് ഞാൻ എൻ്റെ മുറിയുടെ വാതിൽ തുറന്നിട്ടേക്കാണ്. വെളിയിൽ മുറ്റത്ത് വന്നിരിക്കുന്നവർ കാണാം. ഞാൻ അവിടെ തറയിലൊരു പാവിരിച്ച് അവിടെ കിടപ്പുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 2 എച്ചിക്കുട്ടന്മാർ ഇറങ്ങി എൻ്റെ മുറ്റത്ത് വന്ന് വിളിച്ച്. ഞാൻ ചോദിച്ചാൽ ആരാ? അത് സാറേ KSEBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഞാൻ പറഞ്ഞു എന്താണ് വിശേഷം? ഞാൻ പറഞ്ഞ് സാറേ കറണ്ട് ബില്ല് അടച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല അടച്ചില്ല. അതെന്താ? ഞാൻ പൈസ തിരക്കിക്കൊണ്ടിരിക്കുക, കിട്ടിയില്ല, കിട്ടിയാൽ കൊണ്ടടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു സാറേ ഞങ്ങളെ പോസ്റ്റ് മാറാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് പോസ്റ്റ്? അല്ല വീടിൻ്റെ മുമ്പിലുള്ള പോസ്റ്റ്. ഞാൻ പറഞ്ഞു ആ പോസ്റ്റ് ഞാനുമായിട്ട് എന്തോ ബന്ധം? ഞാനാ കൊടുത്ത പണി കൃത്യമായിട്ട് ഇവന്മാരുടെ മറ്റേ മക്കൾക്ക് വരെ മനസ്സിലായി. ഇവന്മാരെ പോസ്റ്റേ കയറ്റാൻ വേണ്ടിയുള്ള പണിയായിരുന്നു അതെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ആർക്കും ഏവർക്കും എല്ലാ കൺസ്യൂമേഴ്സിനും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുമായിട്ട് മസിൽ പിടിക്കുന്ന അവന്മാരെ 2 പ്രാവശ്യം പോസ്റ്റേ കയറ്റുന്നതിന് 30 രൂപ കൊടുത്താൽ മതി. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തന്നെത്താൻ വന്ന് റീകളക്റ്റും ചെയ്തു തരും. ആകെ ആ 30 രൂപ. അത് നിങ്ങൾക്ക് ഈ ഇവന്മാരുമായിട്ട് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അടിയും പിടിക്കും പോകാതെ ഇത്തരം ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം ഇവന്മാർക്ക് കൊടുക്കാൻ. ചുരുക്കി പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് എവിടുന്ന് പോസ്റ്റ് വന്നെന്നും അറിയത്തില്ല, എപ്പോൾ കൊണ്ടിട്ടെന്നും അറിയത്തില്ല. 1/2 മണിക്കൂർ കൊണ്ട് ഇവന്മാരെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവിടെ കിടന്നു. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ബില്ല് ഇന്ന് അടയ്ക്കുമോ നാളെ അടയ്ക്കുമോ എന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഞാൻ മടി കൊടുത്തത്. ഞാൻ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടുത്തെ പഴയകാല ഒരു ലൈൻമാൻ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ ഓവർസിയറാണ്. അയാൾ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ കാശ് ഞാൻ എന്നാൽ ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാ പിടിച്ചോ. 110 രൂപ ഏതാണ്ട് ചില്ലറ തുക ഉള്ളായിരുന്നു. ഞാൻ ആ പൈസ എടുത്ത് അടയിൽ കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു 30 രൂപ അതിൻ്റെ റീകണക്ഷൻ ചാർജുകളുണ്ട്, അതോടെ തരാൻ പറഞ്ഞു. ഞാൻ അതോടെ കൊടുത്തു. അങ്ങനെ അവർ തന്നെ കൊണ്ടുപോയി അടയ്ക്കുകയാണ് ചെയ്തത്. അത്ര ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ കയറി എന്നെ കയറി ഉണ്ടാക്കാനൊന്നും ഇവന്മാരും വരാറില്ല. വന്നാൽ ഇതുപോലത്തെ 100 തരം പണികളുണ്ട്. ഈ ശശികുമാറിന്റെ നെഞ്ചത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഈ കുട്ടികളുടെ അവരുടെ വീട്ടിൽ കയറി അവരുടെ ഫീസ് വരാൻ ചെന്ന് സാമർത്ഥ്യം കാണിച്ചപ്പോൾ അവർ തടഞ്ഞു കാണും. തടയാമല്ലോ, അതിന് അവർക്ക് അവകാശമുണ്ട്. അവർ പണം മുടക്കി വെച്ചിരിക്കുന്ന ഫീസാണ്. ഇവന് ലൈൻ കട്ട് ചെയ്യണമെങ്കിൽ പോസ്റ്റേ കയറി വേണം കട്ട് ചെയ്യാൻ. അത് ബുദ്ധിമുട്ടാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ മിക്ക ലൈൻമാൻമാർക്കും അസിസ്റ്റന്റുമാരുണ്ട് പോസ്റ്റേ കയറാൻ, താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന സ്വന്തം ജീവനക്കാർ. കാര്യം ഇവന്മാരൊക്കെ വലിയ വലിയ ശമ്പളം മേടിക്കുന്നവർക്ക് പോസ്റ്റേ കയറാതെ കഴിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഉടായ്പ സംവിധാനമാണത്. എന്തായാലും വേണ്ടിയില്ല. അതിനുശേഷം കേസാകുന്നു, പോലീസ് കേസാകുന്നു. പിള്ളേരെ തല്ല് കിട്ടിയത് അവർക്ക് മിച്ചം, അവർക്ക് നന്നായി തല്ല് കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഞാൻ ഈ വിഷയം ചോദിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചു. ഫോൺ എടുത്ത ആളിനോട് ഞാൻ ചോദിച്ചു ആ പയ്യന്മാരുടെ മെഡിക്കൽ ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെ ആ ചോദ്യത്തോടു കൂടി ഫോണും കട്ട് ചെയ്ത്. അത് ഒരു ടെക്നോളജി. രണ്ടാമത് ഞാൻ ഈ തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. അപ്പം പോലീസുകാരും അവരും ഒക്കെ ആയിട്ട് നല്ല ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് സമയത്ത് പോലീസ് വന്നില്ലെന്ന്.
ഒരാരോപണം പോലീസിന്റെ നെഞ്ചത്തോട്ട് തള്ളിക്കൊടുത്തതാണ്. അത് ആരോപണമാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്യും. എന്തായാലും വേണ്ടിയില്ല, അവർ രണ്ടുപേരും റിമാൻഡിലാണ്. അത് കഴിഞ്ഞവർ ഇറങ്ങി വരും. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ KSEB അവരുടെ CMDയുടെയോ മന്ത്രിയുടെയോ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞ് ആ വീട്ടിലോട്ടുള്ള കണക്ഷൻ സ്ഥിരമായി കട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഏത് നിയമപ്രകാരമെന്ന് ഞാൻ നിയമം അന്വേഷിച്ച് പോകുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഒരു തരവഴി ചെയ്യാൻ KSEBക്ക് അധികാരമില്ല. CMD ബിജു പ്രഭാകരനും അധികാരമില്ല, അവരുടെ മന്ത്രിക്കും അധികാരമില്ല. കാരണം അവരവരുടെ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞതാണ്. ഈ ഡിസ്കണക്ഷൻ റീകണക്ഷൻ ചാർജ് 30 രൂപ സഹിതമാണ് അവർ അടച്ചിരിക്കുന്നത്. അപ്പം അവരുടെ ലൈൻ അങ്ങനെ കട്ട് ചെയ്യാൻ ഇവന്മാർക്ക് അധികാരമില്ല. അത് ഇവന്മാര് അതിസാമർത്ഥ്യം കാണിച്ചതാണ്. ആ അതിസാമർത്ഥ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ കണ്ടതാണ് ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ള പ്രശ്നത്തില് ഈ CPM കളിച്ച കളികൾ മുഴുവൻ കണ്ടതാണ്. എന്ന് പറയുന്ന മാതിരി ഇവിടെ CPMന്റെ MLA ഇടപെട്ട്, അല്ലെ ഇവരുടെ മന്ത്രിക്ക് എന്താണ് കാര്യം? ഒരു കൺസ്യൂമറും താഴത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഈശാപോശയ്ക്ക് സ്വാഭാവികമാണ്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു മന്ത്രി ഇടപെടണമെന്നുണ്ടെങ്കിൽ അയാളുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണം നമ്മൾ. അത് രാഷ്ട്രീയം തന്നെയാണ്. ഒരു പക്ഷേ ഈ കേസിൽപ്പെട്ട പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയതാണ് കാരണം. അതുകൊണ്ടാണ് ഈ കേസൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ കേരളത്തിലെ ഓരോ കൺസ്യൂമറും സൂക്ഷിക്കണം. കാരണം നമ്മുടെ വീടുകളിൽ ഇവന്മാർ ഇതുപോലത്തെ അതിക്രമങ്ങൾ പലവട്ടം കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിന്റെ KSEBയുടെ വൈദ്യുത മന്ത്രി വ്യക്തമാക്കണം ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ അവരുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ കട്ട് ചെയ്തത്. പ്രത്യേകിച്ചും ആ കൺസ്യൂമർ ഈ കുട്ടികളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ അപ്പനാണ്. അങ്ങനെ ഒരാളിന്റെ ഇത് ഞാൻ എനിക്കാകുന്ന എല്ലാവിധം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം എനിക്കെങ്ങും മനസ്സിലായില്ല ഏത് നിയമപ്രകാരമാണ് നിങ്ങളത് കട്ട് ചെയ്തതെന്ന്. ഒപ്പം തന്നെ തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ 2-3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തി, അതുകൊണ്ടാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. നിങ്ങളുടെ സാധനം നഷ്ടപ്പെടുത്തിയോ ഇല്ല എന്നുള്ളത് നിയമവ്യവസ്ഥ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇനി അത് കോടതികളിൽ തെളിയിക്കപ്പെടണം. അവരാണ് നിങ്ങളുടെ വസ്തുവകൾ നഷ്ടപ്പെടുത്തിയെന്ന്. അതിനുശേഷമാണ് നിങ്ങൾക്കത് പറയാൻ കഴിയുന്നത്. അതിനു മുൻപേ ഇങ്ങനെ ഒരു വിധി എഴുതാൻ നിങ്ങൾക്ക് ഏത് അധികാരപ്രകാരമാണ് നിങ്ങളത് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ശുദ്ധ തെമ്മാടിത്തരമാണ്, ഗുണ്ടായുസമാണ് നിങ്ങൾ കാണിക്കുന്നത്. വൈദ്യുതി മന്ത്രി അറിഞ്ഞെങ്കിൽ വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ വൈദ്യുതി മന്ത്രി പോയി എഴുത്തും വായനയും പഠിക്കണേ മന്ത്രി. ഒപ്പം തന്നെ ഇവന്മാര് പോലീസിലിട്ടൊരു ചൊറച്ചിൽ കൊടുത്തപ്പോൾ പോലീസിന് തിരിച്ചൊരു ചൊറച്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഞാൻ പഠിച്ച നിയമങ്ങളിലൊന്നും KSEBക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു കൺസ്യൂമറിന്റെ കണക്ഷൻ കട്ട് ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇനിയിപ്പം കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കൺസ്യൂമർ കോടതിയിൽ പോകാം. പിന്നെ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി എന്ത് പങ്കാത്തലിയാന്ന് അതിനകത്തൊക്കെ പരാതി കൊടുക്കാം. ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ചില സംഭവങ്ങൾ ഉണ്ടായി കഴിയുന്ന ഞാൻ പറഞ്ഞില്ല, ഒരു സോറി പറഞ്ഞ് തീരേണ്ട വിഷയത്തിന് അന്നേരം പറയുന്ന മറുപടി ഉണ്ട്. നീ കോടതി പോ. ചില ആക്സിഡന്റ് ഒക്കെ റോഡുകളിൽ നടക്കുമ്പോൾ പറയും, ചില കുരുട്ടുബുദ്ധികൾ പറയുന്നതാണ്, നീ കോടതി പോയി എന്താണെന്ന് ചെയ്തോ എന്ന് പറയുന്ന മാതിരിയാണ് ഇവന്മാർ പറയുന്നത്. ലൈനൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഏകപക്ഷീയമായി കട്ട് ചെയ്ത് നീ കൺസ്യൂമർ കോടതി പോ, അല്ലെ റെഗുലേറ്ററി അതോറിറ്റി പോ എന്ന് പറയുന്നത് ശുദ്ധ ഗുണ്ടായുസം തെമ്മാടിത്തരവുമാണ്. പോലീസ് ഇവന്മാർക്ക് കൊടുത്തൊരു പണി, നമ്മുടെ കഴിഞ്ഞ IPC ഒക്കെ മുൻപേ തേഞ്ഞു മാഞ്ഞു പോയി. ഇപ്പം ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഒരു നിയമപ്രകാരമാണ് കേസുകളെല്ലാം എടുക്കുന്നത്. ജൂലൈ 1 മുതൽ. ആ ജൂലൈ 1 മുതൽ എടുക്കുന്ന കേസിൽ പോലീസ് ഈ ചെറുപ്പക്കാർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ 132 BNS പ്രകാരമാണ്, ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ്. 132, 351, 3, 5 ഉപവകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 351, 3, 5 ഉപവകുപ്പും ഒക്കെ ശരി ആയിക്കോട്ടെ. പക്ഷേ ഈ 132 വകുപ്പ് എങ്ങനെ പോലീസിന് ചാർത്താൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ക്ഷമിക്കണം. നിങ്ങൾ ചോദിക്കുകയാണ്, അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ 132 BNS 132 പ്രകാരം അഥവാ IPC 132 പ്രകാരം ആ വകുപ്പിൽ കേസെടുക്കുന്നത് ഡിഫൻസ് പേഴ്സണ് എതിരെയുള്ള പ്രശ്നങ്ങളിലാണ്.
അത് കൃത്യമായിട്ട് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഈ KSEB ഉദ്യോഗസ്ഥർക്ക് ബാധകമാകുമെന്ന് എന്റെ അറിവിൽ എനിക്ക് മനസ്സിലായില്ല. പോലീസുകാർ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അഥവാ ഈ പോലീസിനെ കൊണ്ട് ഈ കേസെടുപ്പിച്ച് മേളി എനിക്ക് നിയമാമാരെ ഏതവനാന്ന് അവന്മാരെന്ന് പറഞ്ഞു തരണേ. ഏത് വകുപ്പ് പ്രകാരമാണ് ഈ കുട്ടികൾക്കെതിരെ കേസെടുത്തതെന്ന്. പകരം ഈ KSEB ഉദ്യോഗസ്ഥരുടെ പരാതി പ്രകാരം കേസെടുക്കേണ്ടിയിരുന്ന സെക്ഷൻ 353 പ്രകാരമാണ്. ആ 353 ഇതിനകത്ത് വന്നിട്ടില്ല. എന്നാൽ പോലീസുകാർ ശരിക്കും KSEBക്കാരൻ ഉണ്ടാക്കി കൊടുത്താണെന്ന് പറയാം. ശുദ്ധ മലയാളത്തിൽ നാടൻ ഭാഷയിൽ അങ്ങനെ വേണം പറഞ്ഞു തീർക്കാൻ. നമ്മുടെ കൺസ്യൂമേഴ്സ്, നമ്മളുടെ അവകാശങ്ങൾ. ഒപ്പം തന്നെ തിരുവമ്പാടിയിൽ സെക്ഷൻ ഓഫീസിൽ ഇരുന്ന് എന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത മഹാൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് മനുഷ്യാവകാശമില്ലേ? നിങ്ങൾക്കുണ്ട് മനുഷ്യാവകാശം, പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ധാർഷ്ട്യത്തിനല്ല മനുഷ്യാവകാശം. നിങ്ങൾ ഉദ്യോഗത്തിലോട്ട് കയറിയിരുന്ന് കാണിക്കുന്ന ആ ബിഹേവിയറിനല്ല മനുഷ്യാവകാശം. മനുഷ്യാവകാശം എല്ലാവർക്കുമുണ്ട്, പക്ഷേ അത് നിങ്ങൾ കാണിക്കുന്ന ഇത്തരം ധാർഷ്ട്യ പ്രവർത്തികൾക്കുള്ളതല്ല മനുഷ്യാവകാശം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നല്ല നാളെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ KSEBക്കെതിരെ ഈ ഇവരുടെ CMD ബിജു പ്രഭാകരനെതിരെയൊക്കെ കേസെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടുവരുന്നത്. അങ്ങനെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇടപെടലുണ്ടായി അവർക്ക് കണക്ഷൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിനകത്ത് ഈ വിഷയത്തിൽ കാണിച്ചത് മുഴുവൻ അക്രമമാണ്, ഗുണ്ടായിസം മാത്രമാണ് കാണിച്ചത്. അതൊക്കെ ഈ ഭരിക്കുന്ന CPMന്റെ സ്ഥിരം ചെയ്തികളാണ്. ആളുകളെ, വിഷയങ്ങളെ, അവരുടെ രാഷ്ട്രീയം നോക്കി വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഇവന്മാരുടെ ശുദ്ധ മണ്ടത്തരമാണിത്. അപ്പൊ ശരി, കൺസ്യൂമേഴ്സ്